എൻ്റെ പേര് സന്തോഷ് സാമുവൽ. യേശുക്രിസ്തുവിനെയും സകല നബികളെയും പ്രവാചകന്മാരെയും അവരുടെ പ്രവൃത്തികളെയും ആദരപൂർവ്വം അംഗീകരിച്ച മിസ്റ്റർ അക്ബർ വേദപുസ്തകത്തിൻ്റെ ദൈവീകതയെ നിങ്ങൾ അറിയാതെ തന്നെ അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? സഹോദരന്റെ ചോദ്യം നിഷേധിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ അറിയാതെ അംഗീകരിച്ചാൽ നിഷേധിക്കാം. എന്താണ് വേദപുസ്തകത്തിന്റെ ബൈബിളിന്റെ ദൈവികതയെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? അതിൽ ദൈവികമായ വചനങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ വചനങ്ങളുണ്ട്, പുരോഹിതന്മാരുടെ വചനങ്ങളുണ്ട്, മനുഷ്യരുടെ വചനങ്ങളുണ്ട്, പലരുടെയും വചനങ്ങളുണ്ട്. ഇതെല്ലാം തൊട്ട് കൂടിക്കുഴഞ്ഞിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പ്രവാചകന്മാരെ കുറിച്ച് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. ഇവിടെ ബൈബിളിൽ പറയുന്നു എന്ന ഏക കാരണം കൊണ്ടല്ല പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്മാരുടെ സത്യതയ്ക്ക് സാക്ഷ്യം നിൽക്കുന്നു. ആ പ്രവാചകന്മാരെ ആരായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ബൈബിൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ പ്രവാചകന്മാരെ കൊള്ളരുതാത്തവരായി പഠിപ്പിക്കുമ്പോൾ ഖുർആൻ പറയുന്നു, അല്ല, പ്രവാചകന്മാരെല്ലാവരും മാനവ കുലത്തിനാകമാനം മാതൃകാപരമായി ജീവിച്ചവരാണ് എന്ന്. ബൈബിൾ പ്രകാരം പ്രവാചകന്മാരിൽ, ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ പെട്ട വ്യക്തിയായ യേശു ക്രിസ്തു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങളുടെ വാദപ്രകാരം ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ. ഈ യേശു ക്രിസ്തു ബൈബിൾ പ്രകാരം ആദ്യമായി പ്രവർത്തിച്ച അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന അത്ഭുതം പിടിക്കണില്ലല്ലേ? അത് പിടിക്കൂല. കാരണം നമ്മൾക്കത് പറയുമ്പോൾ പിടിക്കണില്ല. യേശുക്രിസ്തുവിന്റെ പേരിൽ അത് പറയും ചെയ്യാം. എന്തൊരു കഷ്ടം! യേശുക്രിസ്തുവിന്റെ പേരിൽ അത് ആരോപിക്കാം, ആ തെറ്റ് ആരോപിക്കാം. പക്ഷെ നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്താണ്? അതാണ് പറയുന്നത്, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം യേശുക്രിസ്തു ഒരിക്കലും ചെയ്തിട്ടില്ല. അവിടെ യേശുവിൽ ഖുർആൻ പറയുന്ന ആദ്യത്തെ അത്ഭുതം എന്താണ്? ഖുർആനിൽ പറയുന്ന ആദ്യത്തെ അത്ഭുതം, യേശുക്രിസ്തുവിന്റെ മാതാവായ കന്യാമറിയ ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയായ അതിനുശേഷം അവർ പ്രസവിക്കുന്നു. പ്രസവിച്ചിട്ട് കുഞ്ഞിനെയുമായി കൊണ്ട് തൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ സമൂഹത്തിലെ പ്രമാണിമാർ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്താ മറിയമേ നിന്റെ പ്രവർത്തനം? നീ തോന്നിവാസിയായി പോലോ, നീ അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട ഒരാളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ. ഈ സമയത്ത് ആ യേശു ക്രിസ്തു മറിയ ഒന്നും പറയാനില്ലാതെ നിശബ്ദമായി. കാരണം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതാണെന്ന് അവിടുത്തെ ആളുകളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർ വ്യഭിചാരം ആണ് ആരോപിക്കുക. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടുന്നു. വിരൽ ചൂണ്ടുന്ന സമയത്ത് ഖുർആൻ പറയുന്നതാണ് ഞാൻ പറയുന്നത്. വിരൽ ചൂണ്ടുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന ആ പിഞ്ചു പൈതൽ അതാ പറയാൻ തുടങ്ങുന്നു. ആ പിഞ്ചു പൈതൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വൗസാനി വസ്സലാത്തി വസ്സകാത്തി മാ കുൻതു ചെയ്യ തുടങ്ങിയ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ബൈബിളോ മറ്റ് ഗ്രന്ഥങ്ങളോ ചിലപ്പോൾ പറയും ഇൻഫാൻസി ഗോസ്പെല്ലുള്ളതാണ് ഈ വചനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ബൈബിളിൽ നിന്ന് കട്ടെടുത്ത് എഴുതിയതാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ പോലും ഇൻഫാൻസി ഗോസ്പെൽ അറേബ്യയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അവിടെ നമ്മുടെ കാനൂനിനെ കുറിച്ച പുതിയ സങ്കല്പങ്ങൾ വീണ്ടും കടന്നു വരേണ്ടി വരും. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വളരെ സുന്ദരമായൊരു ചിത്രം നൽകുന്നു. എന്താണ്? ആദ്യമായി അത്ഭുതം ചെയ്തത് മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ച ആളുകളെ, ആ ചാരിത്രത്തിൽ സംശയിച്ച ആളുകളുടെ പിന്നെ അല്ല എൻ്റെ മാതാവ് തികച്ചും അത്ഭുതകരമായി ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഗർഭിണിയായതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്ന കിഷുവായി. അതേസമയം ബൈബിൾ പരിചയപ്പെടുത്തുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം മധ്യമാക്കിയ വ്യക്തിയായി. ആദ്യത്തെ അത്ഭുതം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പോൾ അത് ആണ് ഞാൻ പറയുന്നത്. ഖുർആനിൽ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത്, അതല്ലാതെ ബൈബിളിൽ പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല. ബൈബിളിലെ ആശയങ്ങൾക്ക്, ബൈബിളിലെ പരാമർശങ്ങൾക്കെല്ലാം മുകളിലുള്ള ഒരു മുഹൈമിനായി, സംരക്ഷണമായി കൊണ്ടാണ് ഖുർആൻ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ദൈവം അവതരിപ്പിച്ചത് എന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.